ഇരുട്ടിന് ഉത്തരവാദിയില്ലേ എന്നതാണ് ചോദ്യം. ഇരുട്ടിന് ഉത്തരവാദിത്വമുണ്ട്, ആ ഉത്തരവാദിത്വം മന്ത്രിക്കാണ് എന്നുള്ളതാണ്. വി.ഡി. സതീശൻ മന്ത്രിയാവുന്ന സമയത്ത്, മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിനും 2.5 വർഷം മുമ്പേ ഞങ്ങൾ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അതിൻ്റെ പാതി വർഷവും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആലോചിച്ചതിന് ശേഷമാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തി പിറ്റേ ദിവസം മുതൽ കേരളത്തിൽ വ്യാപകമായി പവർ കട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. കേരളം കാണാതിരുന്ന പലതും കേരളം കാണും എന്ന് പറഞ്ഞു. കേരളം കാണാതിരുന്നത് പലതും കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ജെൻസി തലമുറയെ സംബന്ധിച്ച് പവർ കട്ട്, രാത്രിയിൽ ഇരുട്ടത്തിരിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം, ഇതൊക്കെ കേരളത്തിന് സമ്മാനിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്ന് അന്ന് കേരളത്തെയൊക്കെ വിമർശിക്കുകയും ഗവേഷണങ്ങളും ഒക്കെ ചെയ്തിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഗവൺമെൻറ്റും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് എന്തിനാണ് ഇങ്ങനെയൊരു വൈദ്യുതി മന്ത്രി എന്ന് ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ആദ്യത്തെ ചോദ്യം, 3 ചോദ്യങ്ങളാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ എൽനിനോ പ്രതിഭാസത്തെയാണല്ലോ ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നത്. 91 മുതലുള്ള എൽനിനോയുടെ കൃത്യമായ ഗ്രാഫും കണക്കും നമ്മുടെ കയ്യിലുണ്ട്. കേരളം കണ്ട 91 ശേഷമുള്ള ഏറ്റവും കൂടുതൽ എൽനിനോ പ്രതിഭാസം എഫക്റ്റ് ചെയ്തത് 2023-24 അന്ന് 2023 എൽനിനോ പ്രതിഭാസത്തിന് ശേഷമുണ്ടായ വരൾച്ചയെ തുടർന്ന് ഡാമുകളിൽ അന്ന് അവശേഷിച്ചിരുന്നത് 24.9% ജലലഭ്യതയാണ്. എന്നാൽ ഇന്ന് നോക്കട്ടെ, 21% എന്ന് പത്രം പറയുന്നു, 28% എന്ന് മറ്റൊരു ഡാറ്റ പറയുന്നു. അപ്പോൾ അന്ന് കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഇല്ലാതിരുന്ന പവർ കട്ട്, ലോഡ് ഷെഡിങ് വളരെ പെട്ടെന്ന് എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. അതിലെ 2-3 കാര്യങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കണം. നേരത്തെ മാധു പറഞ്ഞു ഉപഭോഗം കൂടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞിരുന്നു. എപ്പോഴാണ് ഉപഭോഗം കൂടുന്നു എന്ന് പറഞ്ഞത്? പശ്ചിമേഷ്യ യുദ്ധമുനമ്പിൽ നിൽക്കുന്ന സമയത്ത്, ഗ്യാസ് കിട്ടാതെ വരുന്ന സമയത്ത് കേരളത്തിൽ എല്ലായിടങ്ങളിലും ഇലക്ട്രിക് സ്റ്റൗവിൻ്റെയും ഇലക്ട്രിക് ഹീറ്ററുകളുടെയും ഒക്കെ എണ്ണം കൂടുന്ന സമയത്ത്, വിൽപ്പന കൂടുന്ന സമയത്ത് വൈദ്യുതിയുടെ വർധന കൂടി. എത്രയാ വൈദ്യുതി ഉപഭോഗം കൂടിയത്? 115 യൂണിറ്റിലേക്ക് എത്തി. 115 യൂണിറ്റിലേക്ക് ഒരു ദിവസം ഉപഭോഗത്തിനെത്തി. ഇപ്പോൾ എത്രയാണെന്നറിയാമോ? 91. നോക്കൂ, 115 യൂണിറ്റ് പ്രതിദിന ഉപഭോഗമുണ്ടായിരുന്ന ദശലക്ഷം, 115 ദശലക്ഷം യൂണിറ്റ് ഒരു ദിവസം ഉപയോഗമുണ്ടായിരുന്ന സമയത്ത് നിന്നും 91 ദശലക്ഷം യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ പവർ കട്ട് ഉണ്ടാവുക. 115 ദശലക്ഷം യൂണിറ്റ് പ്രതിദിന ഉപഭോഗമുള്ളപ്പോൾ ഇല്ലാതിരുന്ന പവർ കട്ട് 91 ദശലക്ഷം യൂണിറ്റ് ഉള്ളപ്പോൾ എങ്ങനെ വരുന്നു? അതാണ് ആദ്യത്തെ ചോദ്യം. അതിന് തൃപ്തികരമായൊരു ഉത്തരം നമുക്ക് കിട്ടിയേ മതിയാവും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം കേരളത്തിൽ ഉണ്ടാവുന്നത്. അതാണ് ഞാൻ നേരത്തെ സ്മൃതിയോട് ചോദിച്ച ചോദ്യവും അത് സ്മൃതി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സൂചിപ്പിച്ചതും. 6056 ദശലക്ഷം യൂണിറ്റാണ് അന്ന് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. ഓർമ്മിക്കണം, ഇപ്പോൾ എത്രയാണ്? 4830. അതായത് 6056 ദശലക്ഷം യൂണിറ്റ് വരെ വന്നിട്ടും പവർ കട്ട് ഈ രീതിയിൽ വ്യാപകമായി ഏർപ്പെടുത്താതിരുന്ന സമയം 4830 ദശലക്ഷം യൂണിറ്റ് ആകുമ്പോൾ പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെ സൃഷ്ടിച്ചു? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, എൽനിനോ പ്രതിഭാസത്തിൻ്റെ ഇഫക്റ്റാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ, ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എമർജൻസിയിൽ എന്താ ചെയ്തിരുന്നത്? നോക്കൂ, നമ്മുടെ സർക്കാർ പല സംസ്ഥാനങ്ങളുമായിട്ടും ബാർട്ടറായിട്ടും അതല്ലാതെയും നിരവധി തവണ സർക്കാരുകളുടെ, അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ ബോർഡുകളുമായിട്ട് ചർച്ച ചെയ്ത് പവർ എക്സ്ചേഞ്ച് വഴി നമ്മൾ വൈദ്യുതി വാങ്ങും. എങ്ങനെയാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത്? നമ്മൾ വൈദ്യുതി വാങ്ങുന്നത് ഈ 1 മണിക്കൂറോ 1 മണിക്കൂറോ അല്ല വൈദ്യുതിയുടെ സർപ്ലസ് കിട്ടുക. പവർ എക്സ്ചേഞ്ചിൽ അത് 15 മിനിറ്റ് എന്ന നിലയിലാണ്. ഉദാഹരണത്തിന് 12 മണി മുതൽ 12:15 വരെ 15 മിനിറ്റ്. ആ 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും സർപ്ലസ് ഉണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രിക്ക് അറിയാമോ കേരളത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ മിച്ച വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നുണ്ട്, ഏതൊക്കെ സമയങ്ങളിൽ ഈ മിച്ച വൈദ്യുതി പവർ എക്സ്ചേഞ്ച് വഴി വിതരണം ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇനി അങ്ങനെ ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളുമായി വൈദ്യുതി വാങ്ങാനുള്ള ഒരു കരാറിൽ ഒപ്പിടുകയോ ഒരു ചർച്ച നടത്തുകയോ ആ പവർ എക്സ്ചേഞ്ചുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു എൻക്വയറി എങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ അറിവിൽ ഒരു രാഷ്ട്രീയ നീക്കവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു രാഷ്ട്രീയ നീക്കവും ഒരു സംസ്ഥാനവുമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ LDF സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയല്ല.
ഹിമാചൽ പ്രദേശ് സർക്കാരുമായിട്ട്, ഛത്തീസ്ഗഡുമായിട്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുമായിട്ട്, ബാട്ട സമ്പ്രദായത്തിൽ മധ്യപ്രദേശും പഞ്ചാബുമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അതെപ്പോഴാ ഏതെങ്കിലും തരത്തിൽ വേനൽ മഴ കുറയുന്നു എന്ന് കാണുന്ന ഘട്ടത്തിൽ ആ സമയങ്ങളിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വൈദ്യുതി 2023 ഡാമുകളിൽ ജലനിരപ്പ് 24% താഴുന്ന ഘട്ടത്തിൽ ആ സാഹചര്യങ്ങളിൽ അതാത് സംസ്ഥാനങ്ങളിലെ മിച്ചമുള്ള വൈദ്യുതി വാങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നു. ശരിയാണ്, 9 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ ചിലപ്പോൾ എമർജൻസി സാഹചര്യങ്ങളിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ട് വാങ്ങിയില്ല? എൻ്റെ ചോദ്യം ഇതാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് അറിയില്ലേ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക കഴിഞ്ഞ 2 ദിവസമായിട്ട് മിച്ച വൈദ്യുതി കൊടുക്കുന്നുണ്ട്. കർണാടക വൈദ്യുതി വിറ്റു 9 രൂപ 8 പൈസയ്ക്കാണ്. 9 രൂപ 8 പൈസയ്ക്ക് കഴിഞ്ഞ 2 ദിവസം 200 മുതൽ 400 മെഗാവാട്ട് വരെ വൈദ്യുതി വിറ്റിട്ടുണ്ട് കർണാടകയിൽ നിന്ന്. കർണാടക സർക്കാർ UDF അല്ലേ ഭരിക്കുന്നത്? അവിടെ DK ശിവകുമാറുമായിട്ട് സംസാരിക്കാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? DK ശിവകുമാറുമായിട്ട് സംസാരിച്ച് കർണാടക മിച്ച വൈദ്യുതി കൊടുക്കുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തിന് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കുറവുള്ളത്? 450 മുതൽ 600 മെഗാവാട്ട് വരെ കുറവ്. കർണാടക കൊടുത്തത് എത്ര? 200 മുതൽ 400 മെഗാവാട്ട് വരെ വൈദ്യുതി. എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ച ചെയ്തില്ല? അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയമായ ഇച്ഛ കൂടി വേണം. നോക്കൂ, LDF സർക്കാരിൻ്റെ കാലത്ത് 15,204 കോടി രൂപയാണ് വൈദ്യുതി വിതരണ മേഖലയിൽ ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 10 വർഷം കേരളം ഇരുട്ടിലല്ലാതിരുന്നത്. അറ്റകുറ്റപ്പണി എന്ന പേരിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോൾ ഉണ്ടല്ലോ കറണ്ടും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒരു കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റിഫോം കൊണ്ടുവരുന്നു. 1000 കോടി രൂപയാണ് നിലവിൽ നമ്മൾ ഗ്രിഡുകൾ നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അങ്ങനെയൊക്കെയാണ് നമ്മളതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഒരു ദീർഘവീക്ഷണവുമില്ലാതെ അധികാരത്തിലെത്തി പിറ്റേ ദിവസം വരുന്ന ഒരു വലിയ പ്രതിസന്ധി മറികടക്കാൻ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റും ചെയ്യാതെ വൈദ്യുതി മന്ത്രി പറയാണ് ഇത് എത്ര കാലം തുടരുമെന്ന് അറിയില്ലത്രേ. നോക്കൂ, ഒരു ക്രൈസിസ് മാനേജറുടെ വാക്കുകളാണോ അത്? ആ അർത്ഥത്തിൽ നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി ദയനീയമായ പരാജയമാണ്. 2023 എല്ലിനോ അടിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് ആദ്യവാരമാണ് മഴ പെയ്യുന്നത്. അന്ന് ഏപ്രിലോ മെയ്യിലോ ജൂണിലോ കാര്യമായിട്ടുള്ള മഴയില്ല. 2023 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 800 മെഗാവാട്ട് ഷോർട്ടേജാണ് 2023. 800 മെഗാവാട്ട്. അന്ന് ഇതേപോലെ പവർ കട്ട് ഏർപ്പെടുത്തിയില്ല. ഇതേപോലെ സംസ്ഥാനങ്ങളുടെ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ഒരു തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നില്ല KEB എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ സമാപിക്കുന്നു. 3 ചോദ്യങ്ങളാണ്. 115 മെഗാവാട്ട് 115 മെഗാവാട്ട് പ്രതിദിന വൈദ്യുതി ഉപഭോഗം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പവർ കട്ടില്ല. എന്നാൽ അത് 91 ദശലക്ഷം യൂണിറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് പവർ കട്ട് വരുന്ന സാഹചര്യം. മൊത്തം വൈദ്യുതി ഉപഭോഗം 6056 ദശലക്ഷം യൂണിറ്റ് ആവുമ്പോൾ പവർ കട്ടില്ല. മൊത്തം ഉപഭോഗം 4830 ദശലക്ഷമായി കുറയുന്ന സമയത്ത് പവർ കട്ട് വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളുമായി ചർച്ച ആലോചിക്കുന്നില്ല, കൂടിയാലോചനകളില്ല, ക്രൈസിസ് മാനേജ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് നമുക്ക് ഇങ്ങനെയൊരു വൈദ്യുതി മന്ത്രി എന്ന് നമ്മൾ ചോദിച്ചു പോകും. ഉത്തരവാദിത്വം വൈദ്യുതി വകുപ്പിനുണ്ട്, KEB ബോർഡിനുണ്ട്. നമുക്ക് കൃത്യസമയത്ത് ഇതിന് അനുവാദം തരാത്ത റെഗുലേറ്ററി കമ്മീഷനുമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഇപ്പോൾ 2 സാഹചര്യങ്ങളിൽ ലൈവായിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ വേദിയിൽ കറണ്ട് പോയി. പക്ഷേ ചിരിക്കുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രി അത് മാനേജ് ചെയ്യും. പക്ഷേ ചിരിക്കാത്ത മനുഷ്യരുണ്ട് ഇവിടെ. അവർക്ക് സങ്കടമുണ്ട്. അഭയെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകയൊക്കെ വന്ന് പറയും അവർക്ക് ചിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അവർ നോക്കിക്കൊണ്ടിരുന്നൊരു പേഷ്യൻ്റാണ് ഓക്സിജൻ സിലിണ്ടർ കിട്ടാതെ പോകുന്ന സമയത്ത് വൈദ്യുതിയുടെ ക്ഷാമം മൂലം ജീവൻ നഷ്ടപ്പെടുന്നത് എന്ന അവസ്ഥയുണ്ടാവുന്നു. അത് ചെറിയ കാര്യമല്ല. കേരളത്തിലെ ചെറിയ തലമുറയും പുതിയ തലമുറയും എല്ലാം ഒരൊറ്റ കാര്യത്തിലാണ് ആശങ്കപ്പെട്ടിരിക്കുന്നത്. എപ്പോൾ കറണ്ട് പോകും, എപ്പോൾ കറണ്ട് വരും, ഒരു പിടിയുമില്ല എന്നുള്ളതാണ്. തലമുടി വെട്ടുന്നവർ, തുണി തുന്നുന്നവർ, ആശുപത്രിയിൽ കൂട്ടിലിരിക്കുന്ന മനുഷ്യർ, ഹോട്ടലുകളിൽ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ തുടങ്ങി കേരളത്തെ നിക്ഷേപ സൗഹൃദവും വ്യവസായ സൗഹൃദവും ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർ വരെ ഇന്ന് തലയിൽ കൈയും വെച്ചിരിപ്പാണ്. ഈ കറണ്ടിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറയുക? ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. Meet the editors.